ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആട്ടാപ്പൊടി വെച്ചിട്ടൊരു ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആട്ടാപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ വെള്ളം കൂട്ടിയിട്ട് നല്ലപോലെ ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. മുദ്ദായിട്ടല്ല, ലൂസായിട്ടാണ് ഞാൻ മാവ് വെച്ചെടുക്കുന്നത്. ഇതുപോലെ വേണം. ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിന് ചൂടായിട്ടുണ്ട്. എണ്ണ തടവി കൊടുത്തിട്ട് നമുക്കിത് ദോശ ചുട്ടെടുക്കാം. ഓരോ ദോശയും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. എന്നിട്ട് ചായയൊക്കെ കുടിച്ച് പാത്രങ്ങളൊക്കെ ഇതാ കഴുകുന്നുണ്ട്. ഗ്യാസ് അടുപ്പ് ഒന്ന് നന്നായി സോപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പണിയെല്ലാം നൊത്തലാക്കിയിട്ട് അഞ്ചത്തിൻ്റെ വീട് വരെ പോകണം. അങ്ങനെ പോകാനുള്ള പണിയൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ്. ഇതാ എല്ലാം ഒന്ന് തോർത്തി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. മോള് അകമൊക്കെ അടിച്ച് വാരുന്നുണ്ട്. ഞാനപ്പോൾ കിച്ചണൊന്ന് വൃത്തിയാക്കിയിട്ട് എടുത്തിതാ ഞങ്ങളിതാ പോകുന്നു. ഞാനും മക്കളും പോകുന്നതാണ്. മക്കളൊക്കെ ഇതാ ഒരുങ്ങിയിട്ടുണ്ട്. ഇവിടെ റിക്ഷ വരാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ റിക്ഷ വന്നിട്ടുണ്ട്. ഞങ്ങളിതാ റിക്ഷയിൽ പോകുന്ന അഞ്ചത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആഡ്സും കാണണം. ഇപ്പോൾ റിക്ഷയിൽ പോയിട്ട് ആടുന്ന ബസ്സിലാണ് പോകുന്നത്. റിക്ഷയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ബസ് വരാൻ ഇതാ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ബസ്സിൽ കയറി. ബസ്സിലാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ ബസ് ഇറങ്ങിയിട്ട് പിന്നെയും റിക്ഷയിൽ പോകണം. അപ്പോൾ പോകുമ്പോൾ കാണുന്നതെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി. ഞാനും മക്കളും പിന്നെ എൻ്റെ ചെറിയ നാത്തൂനും മക്കളുമാണ് ഒന്നിച്ചിട്ട് പോകുന്നത്.
അനുജത്തിൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. ഇതാ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ട്. അവളുടെ പൂച്ചെടിയൊക്കെയാണ്. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെ ഇതാ വീടിൻ്റെ അകത്തേക്ക് കയറി. ഞങ്ങൾ പോയപ്പാടെന്ന് ഞങ്ങൾക്ക് ചെറുപ്പുളി സർബത്താക്കി തന്നു. പിന്നെ എല്ലാം ഫുഡൊക്കെ അവൾക്ക് ഉണ്ടാക്കിയിട്ട് ആയിന്. ഇറച്ചിക്കറിയും കോഴിക്കറിയും പിന്നെ നെയ്പ്പത്തൽ, ഇറച്ചിക്കറി ഇത് അടുപ്പത്തുണ്ട്. പിന്നെ ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട്. കോഴി ഫ്രൈ ചെയ്യാൻ ബാക്കിയുണ്ടായി. പിന്നെ നെയ്ച്ചോറുണ്ടാക്കാനും ഉണ്ടായി. അത് ഞങ്ങൾ പോയതിന് ശേഷം ഉണ്ടാക്കിയത്. ഇത് ചൂടുവെള്ളമാണ്. അപ്പുറത്തടുപ്പത്ത് തീ കത്തുമ്പോൾ ഇപ്പുറത്തടുപ്പത്ത് ചൂടുവെള്ളമാവും. നല്ല ചൂടുണ്ട്. അങ്ങനെ ഇതെല്ലാം റെഡിയായി. മക്കളൊക്കെ ചോറ് കഴിക്കുന്നുണ്ട്. മക്കൾ ചോറ് കഴിക്കുമ്പോഴത്തെ വീഡിയോയാണിത്. ഞങ്ങൾ വയ്ക്കുമ്പോൾ എടുക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ ഇത് അവളുടെ അടുത്തുള്ളൊരു കായാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതതിൻ്റെ തൈയാണ്. ഇത് തൈൻ്റെ വീഡിയോ ഞാൻ കാട്ടി. നിങ്ങളെന്താണ് ഈ കായ്ക്ക് പറയുന്ന പേരെന്തെന്ന് കമൻറ്റിൽ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.